സ്കിൻ കെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു സോപ്പാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്ന ഗോട്ട് മിൽക്ക് സാഫ്രോൺ സോപ്പ്. കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും പുതിയതായിട്ട് തോന്നുമെങ്കിലും സൗന്ദര്യ സംരക്ഷണ മേഖലയിൽ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ച് വരുന്ന ഒരു പാലാണ് നമ്മുടെ ഗോട്ട് മിൽക്ക്. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുഞ്ഞുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാവുന്നതും ഓൾ സ്കിൻ ടൈപ്പ് എല്ലാ സ്കിന്നിനും അതുപോലെ പ്രത്യേകിച്ച് എടുത്ത് പറയാം സെൻസിറ്റീവ് സ്കിന്നിനൂടെ സൂട്ടാവുന്ന ഒരു ഹെർബൽ സോപ്പാണ് നമ്മളിന്ന് പരിചയം. ഭാവികമായിട്ടുള്ളൊരു ചർമ്മ സംരക്ഷണം നമ്മുടെ ദിനചര്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ഹാനികരമായ കെമിക്കൽ സൊല്യൂഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച വാണിജ്യ സോപ്പിനേക്കാൾ 10 മടങ്ങ് വ്യത്യാസമായിട്ടുള്ളൊരു ഹെർബൽ സോപ്പാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം പലർക്കും സോപ്പ് ഉണ്ടാക്കുന്നതൊക്കെ അറിയാമായിരിക്കുമെങ്കിലും അറിയാത്തവരുടെ അറിവിലേക്കാണ് ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് നമുക്കത് വീട്ടിലേക്ക് പോയി. വിറ്റാമിനുകൾ, ധാതുക്കൾ, ഫാറ്റി ആസിഡുകൾ എന്നിവ സമ്പുഷ്ടമായിട്ടുള്ള ആട്ടിൻപാൽ കൊണ്ട് നിർമ്മിച്ച സോപ്പ് ബേസാണിത്. നിങ്ങൾക്കിത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട്, മീഷോ, ആമസോൺ അങ്ങനെ അല്ലെങ്കിൽ ഇത് സോപ്പിൻ്റെ ഐറ്റംസുകളൊക്കെ വിൽക്കുന്ന ഷോപ്പിലൊക്കെ ഇത് നമുക്ക് ലഭ്യമാണ്. ഇതിപ്പോൾ ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചേക്കുകയാണ്. ഇതുപോലെ പിടിയുള്ള ഒരു പാന് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് കൈയൊന്നും പൊള്ളത്തില്ല. നമ്മളിത് ഉരുക്കിയെടുക്കുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഡബിൾ ബോയിലിംഗ് ചെയ്യാനായിട്ട് ആദ്യമേ ഒരു പാത്രത്തിലോട്ട് വെള്ളം അടുപ്പിൽ വെച്ച് തിളയ്ക്കുമ്പോഴത്തെ സമയത്ത് അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ പാത്രം എടുത്ത് വെക്കുന്നത്. പലർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവരുടെ അറിവിലേക്കായിട്ട് പറഞ്ഞാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസും ഒക്കെ പരിചയപ്പെടാം. ഇത് അലോവേര ജെല്ലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അലോവേര നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചർ ആകാനായിട്ടും സ്കിന്നിലെ സൺടാൻ മാറാനായിട്ടും നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു തിളക്കം തരാൻ യുവത്വം തരാനൊക്കെ ഒരുപാട് സഹായിക്കുന്നു. നെക്സ്റ്റ് ഞാൻ എടുത്ത് വയ്ക്കുന്നത് സാഫ്രോൺ ആണ്, കുങ്കുമപ്പൂവാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ സോപ്പ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് ഏകദേശം തന്നെ ഈ പാല് പരുവത്തിലായിട്ടുണ്ട്. നല്ലതായിട്ട് മെൽറ്റാകണം. അതിന് വേണ്ടിയാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് നമ്മളിത് അരിഞ്ഞേക്കുന്നത്. മെൽറ്റായി വന്ന ശേഷം അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂവും നമ്മുടെ അലോവേര ജെല്ലും നമുക്ക് അതിനകത്ത് ചേർക്കാം. കുങ്കുമപ്പൂ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുങ്കുമപ്പൂവാണ്. ഇത് കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സുലാണ്. അത് 2 എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നമ്മുടെ സ്കിന്നിലെ പ്രശ്നങ്ങളൊക്കെ മാറാനൊക്കെ ആയിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇ. ഇതിലൂടെയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. ഇത് സിലിക്കോണിൻ്റെ ഒരു മോൾഡാണ്. അതിനകത്തോട്ട് ഞാൻ 2-3 സാഫ്രോണും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ സോപ്പിൻ്റെ ലിക്വിഡും കൂടെ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ സോപ്പ് ഉപയോഗിക്കുന്ന വഴി നല്ല സ്കിന്ന് നല്ല മോയ്സ്ചറായിട്ടിരിക്കാനും നല്ലൊരു യുവത്വം നിലനിർത്താനും മറ്റേ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറി നല്ലൊരു ക്ലിയർ സ്കിന്ന് തയ്യാറാനായിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്നു. ചിലരുടെ സ്കിന്നിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുരുക്കളും അതുപോലെ തന്നെ കുഴികളും കവിളുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുഴികളൊക്കെ കാണും. പിന്നെ അതുപോലെ തന്നെ എക്സിമ, സോറിയാസിസ് അങ്ങനെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന സ്കിൻ പ്രോബ്ലംസിനൊക്കെ ഉചിതമായിട്ടുള്ളൊരു സൂപ്പറായിട്ടുള്ള സോപ്പാണിത്. മണത്തിന് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പെർഫ്യൂമൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ വേറെ കെമിക്കലൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നിടത്ത് അതിനകത്ത് മണത്തിന് വേണ്ടി ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ ഇതിലുള്ള നാച്ചുറലായിട്ടുള്ള മണം മാത്രമേ ഉള്ളൂ. അത് മോശമായിട്ടുള്ള സ്മെല്ലൊന്നും അല്ല. ഇത് നല്ല മണം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പം മേളിൽ കാണുന്ന ഈ ബബിൾസ് പോലുള്ള ഈ പത ഒരു സ്പൂണ് കൊണ്ട് മാറ്റിയാലും മതി. ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നില്ല, നമുക്ക് വേണ്ടിയുള്ളതല്ലേ. അതുകൊണ്ട് ഒത്തിരി ആഡംബരമൊന്നും വേണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ അതൊന്നും കളയാഞ്ഞേ. ഇപ്പോൾ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മാറാനായിട്ടൊരു സൂപ്പറായിട്ടുള്ളൊരു സോപ്പാണ്. നമ്മുടെ ഈ സോപ്പിൽ നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അത് നമ്മുടെ ആഴത്തിൽ നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ചെയ്യുകയും അതുപോലെ തന്നെ സ്കിന്ന് നല്ല മോയ്സ്ചറായിട്ട് വെക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, മുഖക്കുരു, വാർദ്ധക്യ ലക്ഷണങ്ങൾ അതുപോലെ തന്നെ ഓൾ സ്കിന്നിന് നമ്മുടെ സെൻസിറ്റീവ് സ്കിൻ ഉൾപ്പെടെ എല്ലാ സ്കിന്നിനും സൂട്ടാകുന്ന ഒരു സൂപ്പറായിട്ടുള്ളൊരു സോപ്പാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ നമ്മുടെ സ്കിന്നിൻ്റെ pH വാല്യൂ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോപ്പാണ്. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രഷ് ആയിട്ടുള്ള കുങ്കുമപ്പൂ നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ആയുർവേദ ഷോപ്പിൽ നിന്ന് കുങ്കുമാതി തൈലത്തിൻ്റെ ഡ്രോപ്പ് ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് ചേർത്താൽ മതി. നമ്മുടെ സോപ്പ് ഉണ്ടാക്കുന്നത് എത്ര ഈസി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ സ്കിന്നിലെ ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും മാറാൻ സഹായിക്കുന്ന ഒരു സൂപ്പറായിട്ടുള്ളൊരു സോപ്പാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ റിസൾട്ട് അറിയത്തുള്ളൂ. ഒരു തവണ നമ്മൾ ആ സോപ്പ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന സോപ്പ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തു നിന്നുള്ള സോപ്പ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് മടി തോന്നും. അതുകൊണ്ട് ഇതുവരെയും സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളിത് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാകാണെന്നെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്.
അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.